രാജ്യത്താകെ വിവിധ സംസ്ഥാനങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കും ഓപ്പറേഷൻ താമരയുമായിട്ടൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ ഇവിടെ അവരുടെ മൂക്കിന് താഴെ തമിഴ്നാട്ടിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ബി ജെ പി പോകുന്നത്. ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ അവിടെ രാജിവെച്ചതിൻ്റെ പിന്നാലെ ഇപ്പോൾ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് കരുനാഗരാജനും രാജിവെച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി സുമതി വെങ്കടേഷും രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പാർട്ടിയിൽ നിന്ന് വളരെ വലിയ രീതിയിലാണ് കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമല രാജിവെച്ച് മണിക്കൂറുകൾക്കകമാണ് രണ്ട് പ്രമുഖ നേതാക്കളും പാർട്ടി വിട്ടു. അവരും കൂടി ആകുമ്പോൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് സംസ്ഥാനത്ത് കിട്ടുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരുനാഗരാജനും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സുമതി വെങ്കടേഷും, രണ്ടുപേരും, ഒരാൾ വനിതയും ഒരാൾ പുരുഷനുമാണ്, രണ്ടുപേരുമാണ് രാജിവെച്ചത്. അപ്പോൾ അവരുടെ രാജി കൂടി ആകുമ്പോൾ നല്ല രസകരമാണ് തമിഴ്നാട് രാഷ്ട്രീയം. മനോഹരമായി പോകുന്നുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ. എന്തായാലും വിജയ് കുറേ കൂടി, വിജയിയെ സംബന്ധിച്ചിടത്തോളം വിജയ് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ പോകാൻ പറ്റും. സ്റ്റാലിൻ്റെ പാർട്ടിയിലും പ്രതിസന്ധികൾ വളരുന്നു. തമിഴ് മക്കൾ മണ്ഡലം എന്ന പേരിൽ ഒരു പുതിയ പാർട്ടിയോ കൂട്ടായ്മയോ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് അണ്ണാമല ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഭാവിയിലെ തമിഴ്നാടെന്ന് പറയുന്നത് അണ്ണാമലയുടെ പാർട്ടിയും വിജയുടെ പാർട്ടിയുമായി ചുരുങ്ങുമോ? വേണ്ടി വന്നാൽ മാക്സിമം പോയാൽ മൂന്നാം കക്ഷിയായി, രണ്ടാം കക്ഷിയായിട്ട് പോലുമല്ല മൂന്നാം കക്ഷിയായിട്ട് സ്റ്റാലിന് DMK-ക്ക് തുടരാൻ പറ്റുമോ? ADMK-യുടെ ഭാവിയും വലിയ അനിശ്ചിതത്വത്തിലാണ്. പനീർ സെൽവത്തിൻ്റെയൊക്കെ ഭാവി വളരെ അനിശ്ചിതത്വത്തിലാണ്. പ്രത്യേകിച്ച് BJP മുന്നണിയിൽ നിന്നപ്പോതുകൊണ്ട് BJP-യെ തമിഴ്നാട് അക്ഷരാർത്ഥത്തിൽ കൈവിടുന്ന രീതിയാണ് കാണുന്നത്. അങ്ങനെ BJP-യെ തമിഴ്നാട് കൈവിടുമ്പോൾ കർണാടക ആൾറെഡി കൈവിട്ട് നിൽക്കുകയാണ്, ആന്ധ്ര കൈവിട്ട് നിൽക്കുകയാണ്, കേരളം കൈവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും BJP-യുടെ സൗത്ത് ഇന്ത്യയിലെ പാക്കേജ് ഇനി എങ്ങനെ കൊണ്ടുപോകും, സൗത്ത് ഇന്ത്യയിലെ സ്ട്രാറ്റജി എന്തെന്ന് കേന്ദ്രത്തിന് ഇരിക്കുന്ന ആർക്കും അറിയാത്ത രീതിയിലേക്ക് ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങളിൽ നിന്ന്, സങ്കീർണതകളിൽ നിന്ന് പുതിയ സങ്കീർണതകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത പുതിയ രീതിയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത്. BJP-യിലെ നേതാക്കൾ കൂട്ടത്തോടെ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അണികളുമൊക്കെ വളരെ കൂട്ടത്തോടെ അണ്ണാമലയുടെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് പേർ വിജയുടെ കൂടെ പോകാൻ സാധ്യതയുണ്ട്, DMK-യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ADMK-യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം BJP-യുടെ ശക്തരായ നേതാക്കളെല്ലാം പല വഴിക്ക് പോയി. അതുകൊണ്ട് തന്നെ BJP-ക്ക് തമിഴ്നാട്ടിൽ നേതൃത്വമില്ല എന്നുള്ള, അല്ലെങ്കിൽ കരിസ്മാറ്റിക് ലീഡർഷിപ്പിലുള്ളവരും ഇല്ല എന്നുള്ളത് BJP-ക്ക് തമിഴ്നാട്ടിൽ വലിയ ഒരു തിരിച്ചടിയായിരിക്കും. ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്കറിയില്ല. വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു നേതാവിനെ, ഒരു വനിതയെയോ പുരുഷനെയോ ഒക്കെ വളരെ പെട്ടെന്ന് അവതരിപ്പിച്ച് നേതാവാക്കി എടുക്കാൻ എളുപ്പമല്ല. അണ്ണാമല വന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം 36 വയസ്സിൽ IPS രാജിവെച്ച് ഒരു 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 വേവ് ഉണ്ടാക്കി വന്നതാണ്. വിജയ് സിനിമയിൽ നിന്ന് വന്നതാണ്, സ്റ്റാലിൻ സിനിമയിൽ നിന്ന് വന്നതാണ്, കരുണാനിധിയുടെ മകനായി കൊണ്ടുവന്നതാണ്. അങ്ങനെ MGR സിനിമയിൽ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാനൊരു ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു രീതിയുള്ള കാര്യങ്ങൾ മറ്റ് നേതാക്കൾക്ക് ഇല്ലാതെ വന്നാൽ, ആരെ പൊക്കി കൊണ്ടുവന്നാലും BJP-ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP എന്ത് ചലനമാണ് ഉണ്ടാക്കുക? BJP പുതിയ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അതൊരു പ്രാദേശിക പാർട്ടിയായിരിക്കും, ദേശീയ പാർട്ടിയേക്കാൾ പ്രധാനം പ്രാദേശികമായിട്ടുള്ളൊരു പാർട്ടിയായിരിക്കും. അങ്ങനെ വരുന്ന പാർട്ടി എങ്ങനെയാണ് ഇത് കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അണ്ണാമല ഫീൽഡിൽ ഇറങ്ങുകയാണ്. അദ്ദേഹം ഒരു പ്രാവശ്യം പദയാത്ര നടത്തി BJP-ക്ക് വേണ്ടി. രണ്ടാം സ്വാതന്ത്ര്യ പദയാത്ര വീണ്ടും നടത്തുമോ? പ്രായം വളരെ കുറവാണല്ലോ, അതുകൊണ്ട് വീണ്ടും അദ്ദേഹം പദയാത്രയൊക്കെ നടത്തി ആളുകളുടെ ഇടയിലേക്ക് പോയി പ്രവർത്തിച്ച് സ്വീകാര്യത ഉണ്ടാക്കി അടുത്ത ഭരണത്തിൽ വരാനായി ശ്രമിക്കുമോ, അതോ വിജയിയുടെ കൂടെ പോകുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം BJP മുന്നണിയിൽ പോണ്ട, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ മതി എന്ന് അണ്ണാമല പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ഉള്ളവരും കേട്ടില്ല, അതുപോലെ ഡൽഹി നേതൃത്വവും കേട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് അണ്ണാമല ബഹളമുണ്ടാക്കുകയും അണ്ണാമലയെ പുറത്താക്കുകയും പുതിയ പ്രസിഡന്റ് വരികയും ചെയ്തത്. അതിനുശേഷം അണ്ണാമല എല്ലാ പദവികളിൽ നിന്നും രാജിവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ ദേശീയ നേതൃത്വത്തിന് കത്ത് കൊടുത്തുകൊണ്ട്, 5 പേജുള്ളൊരു കത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളെല്ലാം രാജിവെച്ച് അണ്ണാമലയുടെ കൂടെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം കലുങ്ങി മറയാണ്, വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അതിൽ BJP-ക്ക് കെട്ടിവച്ച കാശ് കിട്ടാത്ത നിലയിലുള്ള വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി അമിത്ഷായും നരേന്ദ്രമോദിയും എന്ത് പാക്കേജാണ്, എന്ത് സ്ട്രാറ്റജിയാണ്, എന്ത് സർജിക്കൽ സ്ട്രാറ്റജിയാണ് തമിഴ്നാടിന് എടുക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും
തമിഴകം BJPയെ കൈവിട്ടിരിക്കുകയാണ്.